അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോയി. ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോയ സമയത്ത് നബി തങ്ങൾ ഒരു പച്ച കുബ്ബ കണ്ടു എന്നാണ്. ഒരു പച്ച കുബ്ബ കണ്ടു. ആ കുബ്ബയുടെ അടുക്കൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലെ, ഇതിന്റെ ഉള്ളിൽ എന്താണ്? ആ സമയത്ത് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു, നബിയേ, താങ്കൾ ആ കുബ്ബയുടെ മുന്നിൽ പോയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ആ കുബ്ബ, ആ ചെറിയ കൂടാരം തുറക്കപ്പെടും. നബി തങ്ങൾ അങ്ങനെ ബിസ്മി പറഞ്ഞപ്പോൾ അത് തുറക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുബ്ബയുടെ, ആ കൂടാരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ നബി തങ്ങൾ പറയുന്നു, സ്വഹാബ, ഞാൻ അവിടെ നഹ്റും മിനൽ മാ, നഹ്റും മിനൽ ലബൻ, നഹ്റും മിനൽ ഖംർ, നഹ്റും മിനൽ ഗസ്ൽ, ഈ 4 നദികൾ കണ്ടു. വെള്ളത്തിന്റെ നദി കണ്ടു, അതുപോലെ പാലിന്റെ നദി കണ്ടു, ഖംർ നല്ല ശുദ്ധമായ കള്ളിന്റെ നദി കണ്ടു, അതുപോലെ തന്നെ തേനിന്റെ നദി കണ്ടു. ഈ 4 നദികളും ഞാൻ നോക്കുമ്പോൾ ഇത് 4ഉം ഒഴുകി വരുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ടുണ്ട്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയതിന്റെ ബാ, ബിസ്മിയുടെ ബായിൽ നിന്നാണ് മാഇന്റെ വെള്ളത്തിന്റെ നദി ഒഴുകുന്നത്. അതുപോലെ ബിസ്മില്ലാഹ്, അല്ലാഹ് എന്ന ആ വാക്കിന്റെ ഹായിൽ നിന്നാണ് ഏത് പാലിന്റെ ലബനിന്റെ പുഴ ഒഴുകുന്നത്. അതുപോലെ റഹ്മാൻ എന്ന ആ വാക്കിന്റെ നൂനിൽ നിന്നാണ് ഖംറിന്റെ കള്ളിന്റെ ആ നദി ഒഴുകി വരുന്നത്. അതുപോലെ റഹീം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മറ്റൊരു ഇസ്മ, മറ്റൊരു പേരിന്റെ ആ മീമിൽ നിന്നാണ് ഗസ്ൽ, തേനിന്റെ ആ അരുവി, ആ ഒരു നദി ഒഴുകി വരുന്നത്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു മനുഷ്യൻ ജീവിതത്തിൽ പറയാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 നദികളിൽ നിന്നും അവനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്.